അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകളാ. ആര്? ഒരു ജഡ്ജി, രാജശേഖരൻ നായർ. ഓ, രാജനോ? ആ, രാജൻ ഈയിടെ ഏതോ ഒരു അഴിമതി കേസ് അന്വേഷണത്തിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ. തങ്കമണിക്ക് ഓർമ്മയില്ലേ? നമ്മളന്ന് രാമേശ്വരത്ത് പോയിട്ട് വരുമ്പോ ട്രെയിനിൽ വെച്ച് കണ്ടില്ലേ? രാജശേഖരനും ഭാര്യയും മോളും. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നല്ലേ? അതിരിക്കട്ടെ, നിനക്ക് രാജനെ എങ്ങനെയാ പരിചയം? അറിയാം. തന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് നല്ല വാർത്തകള് വെള്ളത്തിൽ കിടന്ന് കേൾക്കാനാ യോഗം. താൻ ഇങ്ങോട്ട് കയറി വാടൂ. എന്താ ചേരേട്ടാ, എന്താ കാര്യം? ഓ, തന്റെ നന്മകളുടെ സൂര്യോദയത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു. അക്കാര്യം നേരിട്ട് പറയാനാ ഞാൻ വന്നത്. നേരം വിട് ചേരേട്ടാ, ഞാൻ ഈ തുണി ഒന്ന് മാറ്റിക്കോട്ടെ. ആ, കലാകാരന്മാരും ബുദ്ധിജീവികളും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല, പ്രത്യേകിച്ചും വലിയ പുരസ്കാരങ്ങൾ നേടിയവര്. ആ ശരി, ഒരു ഫോട്ടോ വേഷമൊക്കെ ഇത് മതി. ഇപ്പൊ എന്തു പറയുന്നു മാഷേ? ഇവൻ നന്നാവും, ഇനിയും നന്നാവും. ഈ അവാർഡും ഇവാർഡും ഒക്കെ അവനെ കേടുവരുത്തേ ഉള്ളൂ. ഇനിയിപ്പോ അവനെ വീട്ടിൽ ഒട്ടും കാണാതാവും. അതാ ഉണ്ടാകാൻ പോന്ന്. അങ്ങനെയല്ല ചേച്ചി, ഇനി നമ്മൾ വരച്ച വരയിൽ ഇയാൾ വരും. നിങ്ങൾ നോക്കിയോ? എല്ലാം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയെങ്കിലും വീട്ടിൽ ഒതുങ്ങി നിൽക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരിപ്പെടുത്താന്നേ. നല്ല ആളോടാ പറയുന്നത്. ശേഖർജിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമല്ലേ? മക്കള് ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണുക വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാ മാഷേ. പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം. ഉദ്യോഗം ഭരിച്ചത് കൊണ്ടോ ഒരു ശരാശരി കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ ഈ ലോകത്ത് ആരും മഹാന്മാരായിട്ടില്ല. ഇനി ചടങ്ങ് മൂപ്പിലമ്മ അങ്ങോട്ട് നിർവഹിക്കുക. മാണിക്യ വീണാമുപലാലയന്തീം മദാലസാമഞ്ചുളവാക്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗ കന്യാ മനസാ സ്വരാമീം ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ കുണ്ട്രേഷു പാശാങ്കുച പുഷ്പപാണ ഹസ്തേ നമസ്തേ ജഗദൈക മാതാ. മോനെ, നിനക്ക് ദേഷ്യം തോന്നരുത്. എന്താ അമ്മേ? അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ്, അടുത്ത കൊല്ലമെങ്കിലും ഈ ചടങ്ങ് നടത്തേണ്ടത് നീ കൊണ്ടുവരുന്ന പെൺകുട്ടിയാവണം. നമ്മുടെ താവഴിയില് അതിന് വേറെ ആരാ ഉള്ളത്? വീരമണികണ്ഠനേ ശരണമയ്യപ്പ, ശബരീരിനാഥനേ അയ്യപ്പ. നിൽക്കണു. ആ റപ്പായോടെ നിൽക്കൂ. താൻ പൂജമുറിലോട്ട് കയറണ്ട. ഇയാൾക്കല്ലേ ശുദ്ധവും വൃത്തിയില്ല. ഞാൻ അങ്ങോട്ട് വരാം. അങ്കിൾ ഇങ്ങോട്ട് വരാന് ബാ. റപ്പായിക്ക് ഒരു 100 രൂപ കടം വേണല്ലോ. എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് മടക്കി തരാം. ആ മനസ്സിലായി. അത്യാവശ്യത്തിനല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ. കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടയ്ക്കാനാ. ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടന് ചോദിച്ചാ മതിയെന്ന്. അത് ശരി. തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ. അതെ. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ? ഇല്ല. അതിന് 100 രൂപ മതിയാവോ? അവള് 250 രൂപ ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട. ഒരു 1000 തന്നെ ആയിക്കോട്ടെ. തരുന്ന ഞാനല്ലേ. തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ 500 രൂപ മേടിച്ചുകൊണ്ട് താൻ ഇത് തിരിച്ചു തന്നോ? കുട്ടിക്ക് ഈ പ്രായമായല്ലോ. അത് ആദ്യത്തെ കുട്ടിയാ. ആ കുട്ടി പ്രസവത്തോട് മരിച്ചുപോയി. അപ്പൊ ഇതിന്റെ പ്രസവിച്ചാൽ ആരാ നോക്കിയത്? അതെന്റെ ഒരു പഴയ പരിചയക്കാരൻ. എന്നാൽ ആ പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും, അവൻ തരും. എന്നെ കുറെ നാളായി നോക്കി വെച്ചിരിക്കുക. പെണ്ണും പിടക്കോയില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറുപ്പിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയാ? ആ, വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ. എന്തൊക്കെയായാലും നമ്മുടെ അന്തസ്സിലത്തൊരു ബന്ധം വേണല്ലോ ശരിപ്പെടുത്താൻ. 2-3 ലക്ഷം രൂപ കൊടുക്കാൻ. അയ്യോ, സ്ത്രീധനം കൊടുത്തൊരു ബന്ധം
അത് നമുക്ക് വേണ്ട കുറുപ്പേ. നിയമം അറിയാത്തോണ്ടല്ല, കാര്യം നടക്കണ്ടേ, രഹസ്യമായിട്ട് മതി. മാലതിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റവും എല്ലാം അതിന്റെ സമയത്ത് നടക്കും. പ്രോജക്ട് എഞ്ചിനീയർ തന്നെ അന്യായമായി സ്ഥലം മാറ്റാൻ ഉണ്ടായത് സാർ. ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം AT വാറുണ്ണിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ടു നിൽക്കാത്തോണ്ട്. മിസ്റ്റർ നമ്പ്യാർ, രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട്. ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ? അല്ല, 1.5 വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ്. അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല. പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു. മന്ത്രി രേഖാമൂലം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ? ഇല്ല, ഫോൺ മെസ്സേജ് ആയിരുന്നു. കനകം, ഇന്ന് ഇത്രയും മതി. പൊയ്ക്കുള്ളൂ. മാമു, തന്നോടല്ല പോകാൻ പറഞ്ഞത്. ഈ ഫയലൊക്കെ എടുത്ത് അകത്തോണ്ട് വയ്ക്കുക. താങ്ക് യു സർ. സോറി. തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തു ശബരി? എടുത്തു. ഞങ്ങൾക്ക് നീ ഒന്നേ ഉള്ളൂ. നിനക്ക് അത്രയും ചുമതല കൂടുതൽ അയ്യോ, ആലോചിക്കണം. അമ്മേ, പുതിയ നോവലിന്റെ പണി തീർന്ന ഉടനെ ഞങ്ങൾ മടങ്ങിയെത്തില്ലേ. ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല. ഇപ്പൊ ഒരു മുങ്ങര് മുങ്ങിയാൽ ബുദ്ധിജീവി ഇനി എപ്പോഴാണാവോ പൊന്തുക? ദാ, എന്താ ചത്? ഇത് കുറച്ച് മാമ്പഴ നമ്മുടെ പറമ്പിലുണ്ടായതാ. മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ. ദാ, കൊണ്ട കൊടുക്ക. കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട്. നന്ദനമ്പൂരുടെ ഇന്ന് തലയ്ക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. ആ, രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തലിന് ഞാനങ്ങോട്ട് വരണ്ടെന്ന്. ആ, ഭഗവതിയെ തൊഴുതിട്ട് പോണേ മോനെ. വരട്ടെ. എന്തൊക്കെ ആയാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തങ്കമണി. മറുനാടുകളിൽ വളരെക്കാലം ജീവിച്ചപ്പോഴാ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലായത്. എന്തായാലും നാട്ടിൻപുറത്തിന്റെ ശാലീനത ഒന്ന് വേറെ തന്നെയാണ്. സാറേ, ഡൽഹി കപ്പ കിട്ടുമോ? കാശ് കൊടുത്താൽ എന്തും കിട്ടും. അതെ. പക്ഷേ ഇവിടുത്തെ അത്ര ഫ്രഷ്നെസ് ഒന്നും ഉണ്ടാവില്ല. ശബരിയുടെ അച്ഛനും ഞാനും കടുമാങ്ങയും പപ്പടം ചുട്ടതും കൂട്ടി കഞ്ഞി കുടിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. നഗരത്തിലെ ഫാഷൻ ന്യൂഡിൽസും ക്രാബ് സൂപ്പൊക്കെ അല്ലേ. അന്ന് തന്ന കാസറ്റ് ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ശബരിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വിവരം ആദ്യം എന്നെ അറിയിച്ച ദേവിയ. പാവം പയ്യനാ, നമുക്ക് വേണ്ടപ്പെട്ടയാളാ. അതന്നൊരു അബദ്ധം പറ്റിയതാ. അവരുടെ കാര്യം ചെയ്, സസ്പെൻഷൻ റദ്ദാക്കി അവനെ സർവീസ് എടുക്കാൻ നോക്ക്. അതാ നല്ല നടപടി. എടുത്തരും സാറേ. ആ, താങ്ക്സ്. വെള്ളമടിച്ച് ആഫീസറെ തെറി വിളിച്ച നിന്നെയൊക്കെ പിന്നെ പഴയ ഒരു പ്രവർത്തകന്റെ മകനാണല്ലോ എന്ന് വിചാരിച്ചാ അല്ലേ? വെള്ളമടിച്ച് ഇനി ആഫീസിൽ നിന്ന് വെള്ളം ഉണ്ടാക്ക്. ഇനി അങ്ങനെ ചെയ്യില്ല സർ. റാസ്കൽ, അന്തസ്സില്ലായ്മ കാണിക്കുന്നു വേണോ? അന്തസ്സൊക്കെ ബാബാ. ആ, എന്തായി കോളേജിലെ സമരമൊക്കെ? ഉഷാറായി നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് സർ. ഇന്ന് രാവിലെ പ്രിൻസിപ്പാൾ ഞങ്ങളെ വിളിച്ചിരുന്നു. കോംപ്രമൈസ് തയ്യാറാണത്രേ. ഞങ്ങൾ സമരം പിൻവലിച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു? തീർന്നു സാർ. തീർന്നു. എന്നാലേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു? വിവരദോഷികളെ, ലോകം ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അവസാനിപ്പിച്ച ശരിയാവില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ മിടുക്കാറുണ്ടത്, പരിഹരിക്കുന്നതിലല്ല. അത് ഞങ്ങൾ ആകെ കുറച്ച് പേരാ സംഘടനയിലുള്ളത്. ബാക്കി 1000 വിദ്യാർത്ഥികൾ ക്ലാസ് കയറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ജോണേ ഉള്ളത് 2 എണ്ണം മതിയടോ. തലയ്ക്കകത്ത് മൂള വേണം. മന്ത്രി സദാശിവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച അവർ സമരം തുടങ്ങാൻ പോവാ. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ കോളേജ് പൂട്ടിക്കണം. ചെല്ലിയല്ലേ, സമയമില്ല.
കുറച്ച് വൈകി. കല്യാണമൊക്കെ കേമായോ കുറുപ്പേ? കേമായോന്നോ? 2 ലക്ഷം റുപ്യ സ്ത്രീധനം, പിന്നൊരു മാരുതി കാറും. ചെക്കന് എഞ്ചിനീയറാ. ഗൾഫുകാർക്ക് ഈടായിട്ട് മാർക്കറ്റ് കുറച്ച് ഡള്ള. കുറുപ്പ് നോക്കി വെച്ച പയ്യൻ ബോംബെയിലാന്നല്ലേ പറഞ്ഞത്? അതെ, പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊത്ത ഒന്നൊക്കില്ല. അങ്ങനെ കല്യാണക്കാരി ഉള്ള ഡീറ്റെയിൽസ് കൊണ്ട് അരയിലുണ്ട്. നല്ലൊരു ഇടത്ത് നോക്കി ഈ കുറിപ്പ് കൊളുത്തിയിടും. ശരി, കുറുപ്പിരിക്കും. ഒരു തമാശ. അല്ല കുറുപ്പേ, നിങ്ങൾ ഈ പൈസക്ക് ടൈറ്റ് ഉണ്ടാവുമ്പോ മാത്രം വരുന്നതാണ് ഇവിടെ. പല പ്രാവശ്യം കയറി ഇറങ്ങി പോണു. സംഗതി ഒന്നും നടന്നു കാണുന്നില്ല. വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ വെറും തല്ലിപ്പൊടി അലവലാദ്യം ബ്രോക്കറൊന്നുമല്ല, അസൽ തറവാടിയാ. അല്ല, അതുകൊണ്ടല്ല. എന്താണെന്നറിയോ, നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോണാണ്. ഇയാളൊരു ജഡ്ജിയാണ്. ഇനി 6 മാസേ സർവീസിലുള്ളൂ. അതിനു മുമ്പ് നടക്കും. അതിനു മുമ്പ് നടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണ്ടേ. എന്താ കല്യാണോ? അല്ല, തൂക്കിക്കൊല്ലല്. തൂക്കിക്കൊല്ലേ? ഒരു ജഡ്ജി സർവീസിലിരിക്കുമ്പോ ഫ്രീ ആയിട്ട് ഒരാളെ എപ്പം വേണമെങ്കിലും തൂക്കിക്കൊല്ലാന്നുണ്ട്. ഇവർക്ക് ഇത്ര ആളെ കൊല്ലാന്നുള്ളൊരു കോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയേട്ടന്റെ കാര്യം ഓക്കെ ആയി പോകുന്നത് തന്നെയാണ്. എന്താ ചിരിക്കണേ? മോർത്തറിയിൽ ഐസിലിട്ട് വെക്കേണ്ട തലയാണല്ലോ വിചാരിച്ചിരിച്ചു പോയതാ. അയ്യോ, ജഡ്ജി താനാവാതിരുന്ന നാട്ടുകാരുടെ ഭാഗ്യം. ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മതിയായിരുന്നു. ഞാൻ വരട്ടെ.